പന്തളം നഗരസഭയിൽ ബി.ജെ.പി. ഭരണം നിലനിർത്തി അധ്യക്ഷനായി അച്ഛൻകുഞ്ഞ് ജോൺ തെരഞ്ഞെടുക്കപ്പെട്ടു. സ്വതന്ത്ര അംഗ അടക്കം 19 പേരുടെ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 4 UDF അംഗങ്ങൾ വോട്ടെടുപ്പിനെത്തിയില്ല. കേരള കോൺഗ്രസ് ജേക്കബ് പ്രതിനിധി വോട്ട് അസാധുവാക്കി. CK അഭിലാലാണ് വിവരങ്ങളുമായി. അഭിലാൽ, പന്തളം ബി.ജെ.പിയെ സംബന്ധിച്ച അഭിമാനകരമായ വിജയമായിരുന്നു. പക്ഷേ അവിടെ തന്നെ തമ്മിൽ തല്ലി അത് ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് പോകുന്നതിൽ ഒരു തന്ത്രപരമായ നിലപാട് സ്വീകരിച്ച അധ്യക്ഷയെ ഉൾപ്പെടെ രാജിവെപ്പിക്കായിരുന്നു. ആ നിലപാട് വിജയിച്ചു എന്നതാണോ ഇപ്പോഴത്തെ ഈ പുതിയ തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്? അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പന്തളത്ത് നിന്നും ബി.ജെ.പിക്ക് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ലഭ്യമായിരിക്കുന്നത്. കാരണം ബി.ജെ.പി. കൗൺസിലർമാർക്കിടയിൽ കനത്ത ഭിന്നത നിലനിൽക്കുന്നതിനിടെയാണ് ഈ വിഷയത്തിൽ സമവായം രൂപീകരിക്കാൻ സാധിക്കുകയും മുഴുവൻ കൗൺസിലർമാരെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് തന്നെ വിജയം ഉണ്ടാവുകയും ചെയ്തത്. 33 അംഗ കൗൺസിലിൽ 18 കൗൺസിലർമാരാണ് ബി.ജെ.പിക്കുള്ളത്. 18 പേരും ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. അങ്ങനെ പുറത്തു നിന്നുള്ള ഒരു സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണ കൂടി ലഭ്യമായി 18 വോട്ടുകൾ നേടിയ അച്ഛൻകുഞ്ഞ് ജോണാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കും. LDFന്റെ സ്ഥാനാർത്ഥി ലസിത നായർക്ക് LDFിലെ മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണ ലഭിച്ചു. 9 വോട്ടുകൾ മാത്രമാണ് ലഭ്യമായത്. അതേസമയം തന്നെ UDFിലെ 4 പ്രതിനിധികളിൽ ഒരാൾ മാത്രമാണ് 5 പ്രതിനിധികളിൽ ഒരാൾ മാത്രമാണ് പങ്കെടുത്തത്. ചുരുക്കത്തിൽ ഈ മത്സര രംഗത്ത് നിന്നും അവർ അപ്രസക്തരായി മാറി നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്.